Free Fire in. സോ ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ വോയിസ് ഓവർ ആയിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഒരു ബി ആർ ആണ് കളിക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ ധനേഷ് ഉണ്ട്, കാർലോ ഉണ്ട്, കണ്ണാപ്പി ഉണ്ട്, പിന്നെ ഞാനുണ്ട് ഗായ്സ്. ഓക്കെ, സോ നമ്മളെന്തായാലും ബി ആർ കളിക്കുകയാണ്. സോ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കണ്ണാപ്പിയുടെ നെറ്റ് പോയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ധനേഷ് ഇവിടെ ഒരു റേസിന് വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ റേസിന് പോയതാണ്. ഞാൻ തോറ്റിട്ട് ഗായ്സ്. നമ്മൾ തോറ്റു മടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും ഇരിക്കട്ടെ ഒരു പഞ്ചിന്. ഏത് നമ്മളിവിടെ എന്താണ് ആദ്യം എവിടെ ഇറങ്ങിയേ? മാർസ് ഇലക്ട്രിക്കിലാണ് ഇറങ്ങിയത്. എന്നിട്ട് എന്താ നമ്മള് പയ്യെ ലൂട്ടൊക്കെ അടിച്ച് പോവാന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഓക്കെ, ലൂട്ടൊക്കെ ഇവിടെ അടിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, സോ പയ്യെ പോച്ചനോക്കിലേക്ക് പോവാന്ന് വിചാരിക്കുന്നത് ഗൈസ്. ഇതൊരു അടിപൊളി മാച്ച് തന്നെയാണ്, നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് ഗൈസ്. MP5 വെച്ച് മായാജാലം കാണിക്കുന്ന ഒരു മാച്ച് തന്നെയാണ്. നോക്കി നിന്നോളൂ ഗൈസ്. ഓക്കെ, കാർലോ വണ്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നൈസായിട്ട് വണ്ടി എടുക്കല്ലേന്ന്. അപ്പോൾ അവനോട് വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പറഞ്ഞൊക്കെ കേക്ക് കിട്ടും അത്യാവശ്യം. പിന്നെ എന്താണ്, ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. ഇപ്പം എന്തുവാ, ഇവിടെ ആരെയും കാണുന്നില്ല. എല്ലായിടത്തും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, ഒരിടത്തും ഇല്ല. പിന്നെ ലൂട്ടൊക്കെ അടിച്ച് പയ്യെ പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. മൂവ്മെന്റ് ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് ലേശം. ഇരിക്കട്ടെ. ഓക്കെ, സോ അത്യാവശ്യം നമ്മൾ ലോബി നോക്കിയായിരുന്നു. അത്യാവശ്യം അടിപൊളി പ്ലേയേഴ്സ് ആണ്. എന്താ ഇവോണ്ടൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ സ്കില്ലും ഉണ്ട്, സ്കിന്നും ഉണ്ട്. ഈ ഇടയ്ക്കൊക്കെ എന്താണ് സ്കിന്നാണ് മുഖ്യം എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, സ്കില്ലില്ലെങ്കിൽ എല്ലാവന്മാരും ന്യൂബന്മാരാണ്. ഓക്കെ, സോ അതൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ധനേഷ് ഇവിടെ ഡ്രോപ്പ് എടുക്കുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞായിരുന്നു അതാ ഡ്രോപ്പ് എടുക്കാല്ലേ, എനിമീസ് കണ്ടാ സീനാണ്. എന്നിട്ട് ഇപ്പൊ അവൻ തന്നെ ഡ്രോപ്പ് എടുക്കുന്നത് കള്ളൻ. ഓക്കെ, ഞാനെന്തായാലും ഒന്നും പറഞ്ഞില്ല. സോ നമ്മളിവിടെ ലൂട്ട് അടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഇവിടെ എന്താ കണ്ണാപ്പിയുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു സാധനം മേടിക്കാനായിട്ട് വന്നതാണ്. ഓക്കെ, സോ ഗൈസ് എന്താണ് ഇവിടെ എങ്ങാണ്ടാണ് സോൺ ഗൈസ്. അവിടെ മുന്നിൽ കാണുന്ന ടവർ ഇല്ലേ ഗൈസ്, അവിടെ നിന്നാണ് നമ്മൾ ഈ ഫുൾ മാച്ച് കളിച്ചത്. നിങ്ങളെ കാണണം ഗൈസ്, പൊളിയായിരുന്നു. മാപ്പൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാം ഇവിടെ ആയിട്ടാണ് ലാസ്റ്റ് സോൺ വരുന്നത്. അപ്പം നമ്മൾ ഇവിടെ തന്നെ നിൽക്കുവാണ് ഗൈസ്. ഓക്കെ, ഇവിടുത്തെ ലൂട്ടെല്ലാം അടിച്ച് വർക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും കാർലോ നോക്കായി ഗൈസ്. കാർലോ നോക്കായി പിന്നെ പോകണ്ട, നമ്മൾ ചെറുക്കാനായി പോയി, എന്തോ ചെയ്യാൻ. പിന്നെ പൊക്കി വിട്ടിട്ടുണ്ട്. അവനോട് അങ്ങോട്ട് പോലേന്ന് പറഞ്ഞത്. അവൻ അങ്ങോട്ടേ പോകുന്നുള്ളൂ. പിന്നെ എന്തോ ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ലാത്തവന്മാരെ വിടണം. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. പോട്ടെ, പാട്ടിന് പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഒരു എനിമി പോലും ഇല്ല ഗൈസ്, എന്തോ കഷ്ടമാണ്. ടോക്കൺ എല്ലാം എടുത്ത് തരുന്നുണ്ട് എല്ലാവരും, നല്ല കോർഡിനേഷൻ. അപ്പോഴാണ് ധനേഷ് പറഞ്ഞ അവിടെ ഒരു എനിമി ഉണ്ടെന്ന്. പിന്നെയാണ് ഗൈസ് കൂത്ത് തുടങ്ങുന്നത്. ധനേഷ് അവനെ നോക്കാക്കി ഇട്ടു. പിന്നെ ഇവിടം തൊട്ട് പിന്നെ ഫുൾ മാച്ച് ഫൈറ്റ് ആണ് ഗൈസ്. സാറ്റ് കാർലോ വീണ്ടും വീണായിരുന്നു, അവനെ പൊക്കണം. ഓക്കെ, അവന് സാറ്റ് കാർലോനെ പൊക്കി വിട്ടിട്ടുണ്ട്. കാർലോൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഇറങ്ങുവാണെങ്കിൽ മാത്രമേ പൊക്കി വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി. ഇനി കണ്ടോണം ഗൈസ്, നിങ്ങൾ ഈ തീ വാറാൻ പോകുന്ന മാച്ചാ. അപ്പം നമ്മളിങ്ങനെ വേറെ ഫൈറ്റ് വന്നിട്ടുണ്ട്. ആ പാറയുടെ മണ്ടേന്നാണ് ഗൈസ്. ഓക്കെ, അടിക്കാൻ നോക്കി, പക്ഷെ അവൻ പെട്ടെന്ന് തന്നെ കവർ എടുത്തോണ്ടത് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ കയ്യിൽ തന്നെ കിട്ടുമല്ലോ, എന്ത് ചെയ്യാന്. കാർലോൻ്റെ അടുത്ത് ഫൂട്ടുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എനിമി ഉണ്ടെന്ന്, അവിടെ നോക്കി കളിക്കാൻ പറഞ്ഞു. കാർലോന് നല്ല അടിയും കിട്ടുന്നുണ്ട്, നല്ല കിണ്ണം കാച്ചി അടിയും കിട്ടുന്നുണ്ട്. പിന്നെ മോളിൽ നിന്ന് വേറെ ഫൈറ്റ് കിട്ടും. അവൻ ഇല്ലാത്ത ഡാമേജ് എല്ലാം കൊടുത്തതായിരുന്നു, പക്ഷെ അവൻ ഗ്ലൂ ഇട്ടു പെട്ടെന്ന്. ആരൊക്കെയോ എന്തൊക്കെയോ ഇടുന്നുണ്ട് ഗൈസ്, ഏതാ. ഓക്കെ, കണ്ണാപ്പി ഒരു നോക്ക് ഇട്ടിട്ടുണ്ട് സ്പീഡ് വെച്ച്. പിന്നെ ആ സൈഡിലത്തെ എനിമിയാണെന്ന് തോന്നുന്നു. ഞാൻ അപ്പോഴത്തേക്ക് ഈ പാറയുടെ ബാക്കിലുള്ളവനെ തീർക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാ. അവൻ കണ്ടോന്നറിയില്ല, കണ്ടു കാണും, അവൻ പൊട്ടനൊന്നുമല്ലല്ലോ. ഓക്കെ, അവന് ഫുൾ ഡാമേജ്, ഒന്നും
പറയല്ലോ, OP ഡാം കൊടുത്തിട്ടുണ്ട് അവന്. അപ്പോഴത്തേക്കും ധനേഷ് എനിക്ക് സപ്പോർട്ടിനായിട്ട് വന്നിട്ടുണ്ട്. അവിടെ വേറെ എനിമിയായിട്ട് അവനെ ഒരു ഹെഡ് കൊടുത്തിട്ട് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും പിന്നെ ധനേഷിനെ രക്ഷിക്കട്ടെ, നമുക്ക് അതല്ലേ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ധനേഷിനെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ ഓടി വന്നു. ഇവിടുത്തെ എനിമി എൻ്റെ നോക്ക് ഫിനിഷ് ആയിരുന്നു. ഞാൻ പിന്നെ എൻ്റെ ലൂട്ട് എടുക്കാനായിട്ട് ഓടി വന്നു. പിന്നെ ധനേഷിനൊക്കെ ലൂട്ട് എടുക്കുന്നുണ്ട്. സോ മുന്നിലായിട്ട് എനിമിയുണ്ട്, പിന്നിലായിട്ട് എനിമിയുണ്ട്, എല്ലായിടത്തും എനിമീസാണ്. അവര് 3 പേര് ഒറ്റ ടീമാണ്. പിന്നെ ബാക്കിൽ നമ്മുടെ ഫുൾ കവേർഡ് ആണ് എനിമീസ്. വരുന്നുണ്ട് ഒരുത്തനല്ല, കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. നമ്മുടെ എന്തോ കണ്ണാപ്പി പുറകിൽ നിന്ന് നല്ല ഡാമ് കൊടുക്കുന്നുണ്ട്. കാർലോ പിന്നെ ഇപ്പം ഇറങ്ങിയോണ്ട് അവൻ്റെ ലൂട്ടൊന്നും കാണത്തില്ല, അതുകൊണ്ട് അവൻ്റെ അടുത്ത് അടിക്കാനൊന്നും നമ്മൾ പറയാൻ പോയില്ല. നമ്മൾ നൈസായിട്ട് വലിഞ്ഞിട്ടുണ്ട് അമ്മ അടി കൊണ്ട് ചാവാതിരിക്കാൻ. ഓക്കെ, സോ ഞാൻ ധനേഷിനോട് അപ്പം തന്നെ പറഞ്ഞായിരുന്നു, എടാ ഇവിടാണ് ലാസ്റ്റ് സോൺ, നമ്മൾ ഇവിടെ നിന്നാൽ എല്ലാ അവന്മാരും ഇങ്ങോട്ടേ വരത്തുള്ളൂ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മാക്സിമം കളി പിടിക്കാൻ നോക്കാമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ അപ്ഗ്രേഡ് ചിപ്പ് ചോദിച്ചാൽ അതും വാങ്ങി. പിന്നെ ഇപ്പം സെറ്റാണ് ഗൈസ്, ഫുള്ള് ലോങ് റേഞ്ച് സെറ്റാണ്, ഷോർട്ട് റേഞ്ച് സെറ്റാണ്. MP5ൻ്റെ മായാജാലം നിങ്ങൾ കണ്ടോണം. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, സെറ്റ് സാധനം എന്ന് പറയാൻ സെറ്റ് സാധനം, ഒന്നും പറയില്ല. OP ഉണ്ട് ചാറ്റ് ഗൈസ്. ഓക്കെ, അവിടെ ലോങ്ങിന്ന് വേറെടുത്തും വരുന്നുണ്ട്, അവനെ അടിച്ചായിരുന്നു. 2 പേര് വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ആരെങ്കിലും ഉണ്ടോ നോക്കിയായിരുന്നു, ഏതോ ഓറിയോണ്ട് സൗണ്ട് കേട്ടു, അത് കണ്ണാപ്പി ആയിരുന്നു ഇട്ടത്, അവനെ മൈൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ ആ പാറയുടെ ബാക്കിൽ ഒരുത്തനുണ്ടായിരുന്നു, അവനെ ഞാൻ ചെയ്തില്ല ഒന്നും. ആ ടവറിൻ്റെ താഴേന്ന് ഒരുത്തൻ ചാടി, അവനെ ഞാൻ അടിച്ച് നോക്കിട്ട് ഗൈസ് അവിടെ. ഓക്കെ, അവനെന്തായാലും സോണിൻ്റെ പുറത്താണ്, പിന്നെ ടീംമേറ്റ് ആരും റിവൈവ് ചെയ്യാൻ പോകത്തില്ല, അതുകൊണ്ട് ഞാൻ അവനെ വിട്ടു ഗൈസ്. അവനെന്തായാലും ഫിനിഷ് ആയിക്കോളും. സോ 2 കില്ല് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അവിടുന്ന് ലോങ്ങിന്ന് അടിക്കുന്നു ഗൈസ്. ഏതാ നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവന് ഫുള്ള് അടിക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. ഓക്കെ, ഞാൻ വിചാരിച്ചു പിന്നെ ഇവിടെ നിന്നിട്ട് കില്ലൊന്നും കിട്ടാൻ പോകുന്നില്ല, കില്ല് കിട്ടിയില്ല പ്ലസ് കിട്ടില്ല, ഞാൻ ഓടി അങ്ങ് ഇരുന്നു, ഒന്നും പറയാനില്ല, ഓടി അങ്ങ് റഷിട്ട് ദേ ഒരുത്തൻ വരുന്നു. അവൻ നല്ല ഡാം കൊടുത്തു ഗൈസ്. പിന്നെ പുറകിൽ നിന്ന് ഒരുത്തൻ അടിക്കുന്നുണ്ട്, ഒരു ഇൻഹേലറും വലിച്ച് ഞാൻ അവനെ നോക്കാക്കി ഇടുന്നുണ്ട്. അപ്പോഴത്തേക്കും ധനേഷ് ബാക്കിൽ നിന്ന് സപ്പോർട്ട് എന്ന് അവനും അടിച്ചിട്ടുണ്ട്. ഏതാ ധനേഷ് തപ്പി. ഓക്കെ, പിന്നെ ഇനി ഒരുത്തനും കൂടെ ഉള്ളായിരുന്നു. അങ്ങനെ ഈ കളി എന്തായാലും നമ്മൾ പോയി അടിച്ചു, സോ ഒന്നും നോക്കാനില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.